നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആയി കാണുന്ന പല ആൾക്കാരും ഓല ആ സംഭവം തുടങ്ങുന്ന ടൈമിൽ ഓൽക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു കാര്യം നമ്മൾ കുറേ കാലം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക, ഏതൊക്കെയാണ് നമ്മളെ സ്ട്രെങ്ത്ത്, ഏതൊക്കെയാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത്, എന്താണ് നമുക്ക് വർക്ക് ചെയ്യുക എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പോൾ എൻ്റെ കേസിൽ തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ യൂട്യൂബിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ ടോക്കിംഗ് ഹെഡ് വീഡിയോസ് അല്ല ചെയ്തിരുന്നത്. ഫസ്റ്റ് ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് നമ്മൾ ജിമ്മിലൊക്കെ വർക്ക് ചെയ്യുന്ന വീഡിയോസോ അല്ലെങ്കിൽ ഓർഡർ അങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ട് ഒരു ടെക്സ്റ്റ് കൊടുത്ത് പാട്ട് കൊടുത്ത് എഡിറ്റ് ചെയ്ത് ഇട്ടിരുന്നത്. പിന്നെ ഞാൻ പതുക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി, ഒരു ഡെയിലി വ്ളോഗ് എന്നുള്ള രീതിയിൽ ആഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ വോയിസ് ഓവർ ആഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ പതുക്കെ ടോക്കിംഗ് ഹെഡ് വീഡിയോ ചെയ്യാൻ തുടങ്ങി, സെൽഫി വീഡിയോ ആയിട്ട്. പിന്നെയാണ് ഞാൻ എന്ത് ചെയ്ത് കണ്ടുപിടിച്ചത് ഇതിൻ്റെ സ്ട്രെങ്ത്ത് ഇതാണെന്നുള്ളത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഏകദേശം ഒരു കൊല്ലം കൊണ്ട് ഇവോൾവ് ചെയ്ത് വന്നൊരു ജേണിയാണ്. ഇപ്പോൾ പല ആൾക്കാരും വിചാരം എന്താ വെച്ചാൽ ഒരു സാധനം തുടങ്ങുമ്പോൾ തന്നെ ആ സ്പാർക്ക് കിട്ടിയാൽ അത് നമുക്ക് പറ്റുന്ന സാധനം അല്ലെങ്കിൽ അല്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മളൊരു കാര്യം ചെയ്ത് കുറേ കാലം ചെയ്ത് അതിൽ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് അതിൽ ഇമ്പ്രൂവ് ചെയ്ത് പല കാര്യങ്ങളും ട്രൈ ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ട്രൈ ചെയ്യുമ്പോൾ പലവട്ടം നമുക്ക് എന്ത് കിട്ടും, നമുക്ക് ഇഷ്ടപ്പെട്ട എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. സോ ആ ഒരു ഏർലി ഇയേഴ്സിലുള്ള അല്ലെങ്കിൽ ഏർലി ടൈമിലുള്ള റോങ് ഫോർമാറ്റ്സോ അല്ലെങ്കിൽ റോങ് ഡിസിഷൻസോ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ആക്ച്വലി ഒരു വേസ്റ്റ് ഓഫ് ടൈം അല്ല. ഇത് ശരിക്കും നമ്മൾ മര്യാദക്ക് ബുദ്ധിക്ക് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ശരിയായ രീതിയിലേക്ക് എത്തിക്കുന്ന സംഭവങ്ങളാണ്.